ഹലോ, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല കൊണ്ട് അല്പം പോലും എണ്ണ ഉപയോഗിക്കാതെ, അതുപോലെ തന്നെ ബൂന്തി തയ്യാറാക്കാതെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കടല തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ തൊലി ഒന്ന് ഇളക്കി മാറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ കുതിർന്ന കടല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇളക്കി മാറ്റാൻ വേണ്ടി പറ്റും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊന്നുകൂടി ഞാനൊന്ന് കഴുകിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവരുത്. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ബൂന്തി ഇല്ലാതെ ലഡു തയ്യാറാക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ മുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഈ പാനിൽ നിന്നും മാറ്റിയിട്ട് ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മാറ്റി വെച്ച് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് സമയം ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ പരിപ്പിൻ്റെ ആ പച്ച ടേസ്റ്റ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ കട്ട പിടിച്ചിരുന്ന പരിപ്പൊക്കെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല നല്ലൊരു മഞ്ഞ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ പരിപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. ആ കട്ട കെട്ടിയ പരിപ്പൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. പാനിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ലഡുവിൽ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആദ്യം 1/4 കപ്പ് പഞ്ചസാരയായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2-3 ഏലക്ക ചേർത്തൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 1 കപ്പ് കടല എടുത്തപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒറ്റനൂൽ പരുവൊന്നും ആവാൻ നിൽക്കേണ്ട. ചെറുതായി ഒന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഒട്ടൽ വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കണം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. കയ്യിൽ തൊടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോഴേക്കും ഇതിൽ നിന്നും കുറേശ്ശെയായി എടുത്തിട്ട് ലഡുവിൻ്റെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി മാറ്റാം. ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയുടെ ആവശ്യമില്ല. അതുപോലെ ബൂന്തി തയ്യാറാക്കി സമയം കളയേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റേഷൻ കിട്ടിയ കടല എല്ലാവരുടെയും വീട്ടിലിപ്പോഴും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.